അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏകദേശം 10ഓളം ഉസ്താദുമാർ ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ കണ്ടൻറ്റ് തയ്യാറാക്കുന്നത്. ഇതിൽ പ്രത്യേകമായി കേരളത്തിലെ തർക്ക വിഷയങ്ങൾ സുന്നികളും മുജാഹിദുകളുമായി അല്ലെങ്കിൽ ജമാഅത്തുകാരുമായി അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രാസ്ഥാനികമായുള്ള സംഘടനാ ചർച്ചകളൊന്നും ഇതിൽ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ വരുന്നത് കേവലം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വചനങ്ങൾ, അവയുടെ അർത്ഥങ്ങൾ, ചരിത്രങ്ങൾ, തഫ്സീറുകളിൽ പറഞ്ഞ സംഭവങ്ങൾ, ഫിഖ്ഹിയായ മസ്അലകൾ, വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ തുടങ്ങി ഒരു മുസ്ലിമിന് നിത്യജീവിതത്തിൽ പഠിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. തർക്ക വിഷയങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ഏകദേശം ഓരോ കാര്യത്തിലും അങ്ങേയറ്റം പരിചയം സിദ്ധിച്ച ഉസ്താദുമാർ നൽകുന്ന കണ്ടൻറ്റുകൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന 5-8 പേര്, പ്രത്യേകിച്ച് ഡിസൈനേഴ്സ് ഉൾപ്പെടെ ആയതുകൊണ്ട് ഇത് ഒരിക്കലും ഒരു സാധാരണ നമ്മൾ യൂട്യൂബ് ചാനലിൽ കാണുന്ന കോമഡികൾ പോലെയോ അതല്ലെങ്കിൽ നമുക്ക് ചിരിക്കാനുള്ള കാര്യമായോ കാണരുത്. ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ്. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവൻ്റെ റസൂലിൻ്റെ കാര്യത്തിൽ, മതത്തിൻ്റെ കാര്യത്തിൽ പരിഹസിക്കുകയോ ചിരിക്കുകയോ ചെയ്യുകയല്ല വേണ്ടത്. ഓരോന്നും ഗഹനമായി മനസ്സിലാക്കി നമ്മുടെ ജീവിത വിജയത്തിന് ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളെപ്പോലെ ഞങ്ങളും ധന്യരായി. അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചറിഞ്ഞവർ പഠിക്കാനുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നതാണല്ലോ നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അറിവുകൾ പഠിക്കാൻ അത് ഉപകരിക്കും. അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അള്ളാഹു ഇതൊരു സ്വാലിഹായ ഇബാദത്തായി പരിഗണിക്കുമാറാകട്ടെ. ഞങ്ങളിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രോഗം ബാധിച്ച് കിടക്കുമ്പോൾ രോഗിക്ക് ശിക്ഷയിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ദുആകൾ തുർമുദിയും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നു. രോഗശയ്യയിൽ വല്ലവനും ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ അള്ളാഹു അത് ശരിവെക്കും. നീ പറഞ്ഞത് ശരിയാണ്. എന്നിട്ട് അള്ളാഹു പറയും, ഞാനല്ലാതെ ആരാധ്യനില്ല, ഞാൻ തന്നെയാണ് വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് രോഗി പറഞ്ഞാൽ അള്ളാഹു പറയും, ശരിയാണ് നീ പറഞ്ഞത്, ഞാനല്ലാതെ ആരാധ്യനില്ല, ഞാൻ മാത്രമേയുള്ളൂ, എനിക്ക് പങ്കുകാരില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് എന്ന് രോഗിയായ മനുഷ്യൻ പറഞ്ഞാൽ അള്ളാഹു പറയും, ശരിയാണ് നീ പറഞ്ഞത്, ഞാനല്ലാതെ ആരാധ്യനില്ല, എനിക്ക് മാത്രമാണ് ആധിപത്യവും സ്തുതിയും. ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് രോഗി ചൊല്ലിയാൽ അള്ളാഹു പറയും, ശരിയാണ് നീ പറഞ്ഞത്, ഞാനല്ലാതെ ആരാധ്യനില്ല, കഴിവും ശക്തിയും എനിക്കല്ലാതെ മറ്റാർക്കുമില്ല. രോഗശയ്യയിൽ ഇങ്ങനെ വല്ലവനും ചൊല്ലി മരിച്ചാൽ നരകം അയാളെ തിന്നുകയില്ല. ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, താഴെ പറയുന്ന വാക്യങ്ങൾ മരണശയ്യയിൽ ചൊല്ലിയ ശേഷം വല്ലവനും മരിച്ചാൽ അയാൾ നേരെ സ്വർഗത്തിലേക്കാണ് പോവുക. ചൊല്ലേണ്ട ദുആ ഇതാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ കരീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു യുഹീ വ യുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇവ ഓരോന്നും 3 തവണ ചൊല്ലണം. ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, വല്ല മുസ്ലിമും തൻ്റെ മരണശയ്യയിൽ 40 തവണ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലിയാൽ ആ രോഗത്തിൽ അയാൾ മരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഷഹീദിൻ്റെ കൂലിയുണ്ട്. സുഖപ്പെടുകയാണെങ്കിൽ പാപങ്ങളെല്ലാം പൊറുത്തിട്ടും ഉണ്ടാകും. ഇമാം തൊബ്രാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു,
വല്ലവനും തൻ്റെ മരണശയ്യയിൽ കിടന്ന് 100 തവണ കുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ ഖബറിലെ പരീക്ഷണങ്ങൾ അഥവാ ഖബറിൻ്റെ ഇടുക്കം അയാൾക്കുണ്ടാവില്ല. മലക്കുകൾ ചിറകിൽ അയാളെ വഹിച്ചു കൊണ്ടുപോകും, സിറാത്തുൽ മുസ്തഖീം കടക്കുന്നത് വരെ, സ്വർഗം പോകുന്നത് വരെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, തന്നോട് നബി ചോദിച്ചു, താങ്കൾക്ക് ചില സത്യവാക്യങ്ങൾ അറിയിച്ചു തരട്ടെ? താങ്കൾ അവ രോഗശയ്യയിൽ ചൊല്ലിയാൽ നരകമോചനം ലഭിക്കും. ഞാൻ പറഞ്ഞു, അറിയിച്ചു തന്നാലും നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു യുഹീ വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് സുബ്ഹാനല്ലാഹി റബ്ബൽ ഇബാദ് വൽ ബലാദ് വൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ അല്ലാഹു അക്ബറുൽ കിബ്രിയാ റബ്ബന വ ജലാലുഹു വ ഖുദ്റത്തുഹു ബികുല്ലി മക്കാൻ അല്ലാഹുമ്മ ഇൻ കുൻത അമർലത്തനി ലിഖബ്ദി റൂഹി ഫീ മറദി ഹാദാ ഫജ്ൽ റൂഹി ഫീ അർവാഹി മൻ സബഖത് ലഹും മിൻകൽ ഹുസ്ന വ അഗ്നിനി മിനൻ നാരി കമാ ഐനത ഉലൈകല്ലദീന സബഖത് ലഹും മിൻകൽ ഹുസ്ന. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലേക്കും സ്വർഗത്തിലേക്കുമാണ് അയാൾ എത്തുക. പാപങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു പൊറുക്കുകയും ചെയ്യും. മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ്, വല്ലവൻ്റെയും അവസാന വചനം ലാ ഇലാഹ ഇല്ലല്ലാ എന്നായാൽ അയാൾ സ്വർഗത്തിൽ കടന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സംസാരം പഠിപ്പിച്ചു തുടങ്ങേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന താക്കോല് കൊണ്ടാണ്. ഒരുത്തൻ്റെ സംസാരത്തിൻ്റെ ഉദ്ഘാടനവും സംസാരത്തിൻ്റെ അവസാനവും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന താക്കോല് കൊണ്ടായാൽ 1000 കൊല്ലം അയാൾ അതിനിടയിൽ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു പാപത്തെക്കുറിച്ചും അയാൾ വിചാരണ ചെയ്യപ്പെടുകയില്ല. മഅ്ഖല റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട് ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതുവിൻ. മറ്റൊരു റിപ്പോർട്ട്, പരേതന് വേണ്ടി യാസീൻ ഓതിയാൽ ശിക്ഷ ലഘൂകരിക്കും. ആസന്ന മരണന്റെ മുന്നിൽ റഅദ് സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. മരണവെപ്രാളത്തിന് ആശ്വാസം ലഭിക്കും. ആത്മാവിനെ നീക്കുന്നതിൽ ലഘൂകരണമുണ്ടാകും. ഒരു സംഘം പറയുന്നു, ആസന്ന മരണന് മിസ്വാക്ക് ചെയ്തു കൊടുത്താൽ വേദനയ്ക്ക് ആശ്വാസം കിട്ടും. കാരണം നബിക്ക് മരണഘട്ടത്തിൽ അങ്ങനെ ചെയ്തു കൊടുത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഉളൂ ഉള്ള സമയത്താണ് ഒരാളിൽ മരണദൂതൻ വന്നതെങ്കിൽ അയാൾ രക്തസാക്ഷിയായി മരിക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മകൾ തൻ്റെ കുഞ്ഞ് ആസന്ന മരണനായ വിവരം അറിയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ആളെ വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് പറഞ്ഞു, നീ പോയി അവളോട് പറയണം, എടുത്തതും കൊടുത്തതുമൊക്കെ അള്ളാഹുവിൻ്റേത് തന്നെ, അവങ്കലുള്ളതിനെല്ലാം ഒരവധിയുണ്ട്. അതിനാൽ അവളോട് ക്ഷമിക്കാൻ പറ, പ്രതിഫലം കാംക്ഷിച്ച് ക്ഷമിക്കട്ടെ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഒരാളുടെ സ്വന്തക്കാരൻ മരിക്കുകയും കൂലി മോഹിച്ച് അയാൾ ക്ഷമിക്കുകയുമാണെങ്കിൽ അയാൾക്കുള്ളതാണ് സ്വർഗം. മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ്, നബി തങ്ങൾ പറഞ്ഞു, വല്ലവർക്കും വല്ല മുസീബത്തും വന്നാൽ അവർ എനിക്കെത്തിയ മുസീബത്ത് ഓർക്കട്ടെ, അതാണ് ഏറ്റവും വലുത്. ഒരാത്മജ്ഞാനി പറയുന്നു, ഞാൻ സുഫിയാൻ സൗരിയെ സ്വപ്നം കണ്ടു. ഞാൻ ചോദിച്ചു, താങ്കൾ മരണത്തെ കണ്ടുമുട്ടിയത് ഏതു വിധമാണ്? അദ്ദേഹം പറഞ്ഞു, അത് വിട്ടേക്കോ, മരണത്തിൻ്റെ കാഠിന്യവും മഹത്വവും ഒന്നും ചോദിക്കരുത്.
ഞാൻ ചോദിച്ചു, ഏത് കർമ്മമാണ് കൂടുതൽ ഫലപ്രദമായി താങ്കൾ കണ്ടത്? അദ്ദേഹം പറഞ്ഞു, എല്ലാ സുഹൃതവും ഫലപ്രദം തന്നെ. പക്ഷേ ഞാൻ വിചാരണയിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇന്നാലില്ലാഹി ചൊല്ലി ക്ഷമിച്ചത് കൊണ്ടാണ്. മരണശേഷം അള്ളാഹു എന്നോട് ചോദിച്ചു, നീ മറന്നുവോ? നിന്റെ ഹൃദയത്തിൻ്റെ തേൻകനി ഞാൻ അറുത്തെടുത്തപ്പോൾ നീ ഇന്നാലില്ലാഹി ചൊല്ലി എന്നെ സ്തുതിച്ചു ക്ഷമിച്ചു. അതുകൊണ്ട് നിനക്ക് പോകാം. നിന്റെ പാപങ്ങൾ ഞാൻ പൊറുത്തു, നിന്റെ പുണ്യങ്ങൾ ഇരട്ടിയാക്കി, നിന്റെ പദവികൾ ഞാൻ ഉയർത്തി. അള്ളാഹു നമ്മുടെയും പദവികൾ ഉയർത്തിത്തരട്ടെ. ഏത് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദുആ പ്രത്യേകമായി പതിവാക്കുക. അള്ളാഹു നന്മകൾ മനസ്സിലാക്കി നന്മയോടെ പ്രവർത്തിച്ച് നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.